ഹലോ ഗൈസ്, നമുക്കിന്ന് കൊത്തുപൊറോട്ട ബൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വായോ. ആദ്യം ഇതുപോലെ കുറച്ച് മുട്ട എടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായി ചിക്കി എടുക്കണം. ഇതുപോലെ. ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് റെഡിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ പെറോട്ട എടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി, അടുപ്പിലേക്ക് ഒരു വലിയ ഉരുളി വെച്ച ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം എടുത്തിട്ട് സോർട്ടാക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ആവശ്യത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നാക്കി സോർട്ടാക്കിയ ശേഷം ഇനി മസാല പരിപാടികളിലേക്ക് പോകാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടി, ഗരം മസാല പൊടി, മുളക് പൊടി ഇത്രയുമാണ് ഇതിന് വേണ്ടത്. മസാലയൊക്കെ നന്നായി പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ് ആൻഡ് ചിക്കൻ്റെ മിക്സ് ഇതിൽ ചേർത്ത് ഇളക്കാം. അടുത്ത് ഇതും പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പെറോട്ട എല്ലാം ഇതിലൂടെ തട്ടി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒഴിച്ച ചിക്കൻ്റെ ഗ്രേവി എല്ലായിടത്തും നന്നായിട്ട് പറ്റണം. അങ്ങനെ നമ്മുടെ കൊത്തുപൊറോട്ട അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയൊരു പ്ലേറ്റ് നിറയെ കോരി വെച്ച ശേഷം വയറ് നിറയെ കഴിക്കാം.